ഞാൻ റബ്ബർ വെട്ടാൻ പോയതാണ്. നേരം 6:45. ആദ്യത്തെ ബസ് പോയി, രണ്ടാമത്തെ ബസ് വന്നു കഴിഞ്ഞപ്പോഴാണ് ആന എന്റെ വളരെ എത്തണേ. ഞാൻ ആദ്യം നോക്കി, 4 തൊട്ടടുത്ത് വന്നിട്ട് എങ്ങോടെ മാറേണ്ടതെന്ന് അറിയാൻ പാടാതെ. എന്നിട്ട് അവിടുന്ന് ഒരെണ്ണം എന്റെ പുറകെ എത്തി. കൊമ്പൻ ഓടി എത്തി കഴിഞ്ഞപ്പോ തുമ്പ് കൈ എന്റെ പുറത്ത് മുട്ടി. ഞാൻ വീണ് താഴത്തേക്ക്, ആ കട്ടിങ് താഴ്ത്തിക്ക് വീണു. അതാണ് സംഭവം. അത്ര ഞാൻ ഓർക്കുള്ളൂ. 5-8 ആനയുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് എനിക്ക് അറിയാൻ പാടില്ല. അപ്പൊ ഞാൻ വീണു പോയി. പിന്നെ ബസ് വന്നു, ആൾക്കാർ വന്നു. പരിക്കിപ്പോ കൈക്ക് ഏറ്റവും പ്രശ്നം. ബാക്കിയൊക്കെ എന്നാ പറ്റിയെന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് അറിയാൻ പോകും. രാവിലെ നേരം വെളുത്തതിന് ശേഷം 6:30-ക്ക് ആനയുടെ ആക്രമണം ഉണ്ടായതാണ്. ഇവിടെ റബ്ബർ ടാപ്പ് ചെയ്യാൻ വന്ന ഒരു കർഷക തൊഴിലാളിയെ ആന വാഹന സഹിതം ചവിട്ടിക്കുട്ടിയിട്ടേക്കെന്നാണ് കാണുന്നത്. വാഹനത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ഇപ്പോൾ ആളിനെ കൊണ്ട് ആശുപത്രി പോയിരിക്കുകയാണ്. എന്താണ് അവസ്ഥ എന്നുള്ളത് അറിഞ്ഞുകൂടാ. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഇവിടുത്തെ വികാരിയച്ഛനും ഉൾപ്പെടെ ഉള്ള ആളുകൾ റേഞ്ച് ഓഫീസിൽ നിന്ന് കാണുകയും ഈ വിഷയത്തെ സംസാരിക്കുകയും ചെയ്തതാണ്. അപ്പോൾ അവിടുന്ന് പ്രതികരിച്ചത് ഫണ്ടില്ല, അതുകൊണ്ട് ഇപ്പം ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ ഫെൻസിങ് ഓൾറെഡി കിടക്കുന്നതാണ്, ഇതെല്ലാം നശിച്ച് കിടക്കുന്നതാണ്, പോയി കിടക്കുന്നതാണ്. വർഷങ്ങളായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നതാണ്, പഞ്ചായത്തിലും റേഞ്ച് ഓഫീസിലേക്ക് ആവശ്യപ്പെടുന്ന കാര്യമാണ്. പക്ഷേ ഇതുവരെ നടപടി എടുക്കാനായിട്ടൊരു സാഹചര്യമില്ല. ഇവർ ഫണ്ടില്ല എന്നാണ് പറയുന്നത്. തണ്ടയിലാണെങ്കിലും നമ്മൾ നവകേരള സദസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രദേശത്തെ ഫെൻസിങ് നന്നാക്കണമെന്ന് പറഞ്ഞ് നമ്മൾ പരാതി കൊടുത്തിരിക്കുന്നതാണ്. അതിന് ഇതുവരെ യാതൊരു നടപടിയും ഇല്ലാത്തതാണ്. അപ്പോൾ ഇത് എന്തായാലും വളരെ ദാരുണമായൊരു സംഭവമാണ്. ഏതായാലും ജീവൻ രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എത്രയും പെട്ടെന്ന് ഇതിന് ഒരു മേൽ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ഈ ജനജീവിതം വളരെ ദുസ്സഹമായൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്.